ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ലെക്ചർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബികോം, BBA, MCOM വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടും അവർക്ക് പഠിച്ചിരിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ഇൻകം ടാക്സ്. അസസ്മെൻറ്റ് ഇയർ 2019-20 അതേപോലെ 22-23 ഒക്കെ നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷവും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഫിനാൻസ് ആക്ട് അഥവാ പാർലമെൻറ്റിൽ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനനുസൃതമായിട്ട് മാറ്റങ്ങൾ വരുമ്പോൾ അത് പിന്നീട് വരുന്ന അസസ്മെൻറ്റ് ഇയറിൽ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അതുകൊണ്ട് തന്നെ ഈ അസസ്മെൻറ്റ് ഇയറിൽ അഥവാ 2023-24 അസസ്മെൻറ്റ് ഇയറിലെ പുതിയൊരു ഇൻകം ടാക്സ് വീഡിയോ ലെക്ചർ സീരീസിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് സ്വാഗതം. BCom, BBA, MCom, CA, CMA, CS തുടങ്ങിയ കോഴ്സുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ ഒരു ലെക്ചർ സീരീസ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇൻട്രൊഡക്ഷൻ ടു ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എന്ന സബ്ജക്റ്റിൽ അഥവാ ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ് എന്ന ഈ സബ്ജക്റ്റിൽ നമുക്ക് പ്രധാനമായും പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഇവിടെ ചേർക്കുന്നത്. ഒന്ന് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, പിന്നെ സാലറി, ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സസ്. അപ്പോൾ ഈ ഓരോ ടോപ്പിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇൻകം ടാക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ടാക്സ്? വാട്ട് ഈസ് ടാക്സ്? ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഒരു ജോലിക്ക് പോകണമെന്നില്ല. അപ്പോൾ ഗവൺമെൻറ്റിന് ഫണ്ട് വേണം. എന്തിന്? ഗവൺമെൻറ് അവിടുത്തെ പബ്ലിക്കിന് ഒരുപാട് സോഷ്യൽ സർവീസ് സ്കീമും അതേപോലെ വെൽഫെയർ ഫെസിലിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ഒരുപാട് എക്സ്പെൻസ് വരും. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ. അപ്പോൾ ഇതിനൊക്കെ ഫണ്ട് വേണം. ഈ ഫണ്ട് മെയിനായിട്ടും ഗവൺമെൻറ്റിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് എന്നുള്ളത് ടാക്സ് ആണ്. അപ്പോൾ ടാക്സ് എന്ന് പറയുമ്പോൾ എ കമ്പൽസറി ഫിനാൻഷ്യൽ ചാർജാണ്. നിർബന്ധമായിട്ടും ഓരോ വ്യക്തിയും കൊടുക്കേണ്ട ഒരു ഫിനാൻഷ്യൽ ചാർജാണ് ടാക്സ് എന്നുള്ളത്. It's a type of levy imposed upon a taxpayer by a government entity in order to finance government activities. ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസിന് ഫിനാൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അവിടുത്തെ ടാക്സ് പേയേഴ്സിൽ നിന്ന് ഇമ്പോസ് ചെയ്യുന്ന ഒരു ടൈപ്പ് കരമാണ് ടാക്സ് എന്നുള്ളത്. അപ്പോൾ എന്താണ് ടാക്സ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. ഇനി Articles 265 of the Constitution of India state that ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 265 ടാക്സുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ളത് നോ ടാക്സ് ഷാൾ ബി ലെവീഡ് ഓർ കളക്റ്റഡ് എക്സെപ്റ്റ് ബൈ ദി അതോറിറ്റി ഓഫ് ലോ. നിയമപരമായിട്ടുള്ള അതോറിറ്റിക്കല്ലാതെ വേറെ ആർക്കും ടാക്സ് കളക്ട് ചെയ്യാനോ അത് ചുമത്താനോ പാടുള്ളതല്ല. അപ്പോൾ ടാക്സ് കളക്ട് ചെയ്യാൻ, അത് ലെവി ചെയ്യാനും അല്ല, അത് പൂർണ്ണ അധികാരം നിയമപരമായിട്ടുള്ള അതോറിറ്റിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണോ, ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ കേസിലാണെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിനാണ് അതിനുള്ള അധികാരം. അപ്പോൾ ഈച്ച് ടാക്സ് ലെവീഡ് ഓർ കളക്റ്റഡ് ഹാസ് ടു ബി ബാക്ക്ഡ് ബൈ ആൻ അക്കമ്പനി ലോ പാസ്ഡ് ഐദർ ബൈ ദി പാർലമെൻറ്റ് ഓർ ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഏത് ടാക്സ് ആയാലും അത് ചുമത്താനോ അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യാനോ ഒരു നിയമപരമായിട്ടുള്ളൊരു വശം ഉണ്ടായിരിക്കും. ആ നിയമം അതൊന്നിരിക്കെ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ നിയമസഭയിലോ പാസ്സായിട്ടുള്ളതായിരിക്കണം. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത്. അതേപോലെ GST ഗുഡ്സ് ആൻഡ് സർവീസ് ആക്ട് 2017 ബേസിലാണ് ഇപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് കളക്ട് ചെയ്യുന്നത്. അങ്ങനെ ഏതൊരു ടാക്സ് ആണെന്നുണ്ടെങ്കിലും അത് പാർലമെൻറ്റിലോ അല്ലെങ്കിൽ നിയമസഭയിലോ പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമത്തിൻ്റെ ബേസിലാകും ടാക്സ് കളക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ഇന്ത്യയിലെ ടാക്സ് സ്ട്രക്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ GSTയുടെ മുമ്പാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ടാക്സ് ഡയറക്റ്റ് ടാക്സ് ഉണ്ടായിരുന്നു, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ടും ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ് എന്ന് വെച്ചാൽ ഒരു വ്യക്തി
അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് ടാക്സ് അതോറിറ്റിയിലേക്ക് അടയ്ക്കുന്നതാണ് ഡയറക്റ്റ് ടാക്സ്. അതിപ്പോൾ മെയിനായിട്ടും ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആണ്, വെൽത്ത് ടാക്സ് ഇല്ല. പിന്നെ ഈ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് പെയർ ഡയറക്റ്റ് ആയിട്ടില്ല, ബട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യുന്നതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. അതിന് എക്സാമ്പിളാണ് എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടി, സർവീസ് ടാക്സ്, സെയിൽസ് ടാക്സ് അഥവാ വാറ്റ്, എൻട്രി ടാക്സ്, ലോട്ടറി ടാക്സ്, ലക്ഷറി ടാക്സ് എക്സെട്ര. ഇതൊക്കെ GST വരുന്നതിന് മുമ്പ്. ഇപ്പോൾ GST വന്നതിന് ശേഷം പ്രസൻറ്റ് ടാക്സ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ 2 ടൈപ്പ് തന്നെയാണ്. ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ ഇൻകം ടാക്സ്, അതേപോലെ ടാക്സ് ഓൺ അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ആൻഡ് അസറ്റ്. ഡിസ്ക്ലോസ് ചെയ്യാത്ത ഫോറിൻ ഇൻകത്തിന്മേലോ അസറ്റിന്മേലോ ചിലപ്പോൾ ടാക്സ് ഈടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ടാക്സ് പേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് മെയിനായിട്ടും അതിൽ ഇൻകം ടാക്സ് തന്നെയാണ്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ടാക്സിനൊക്കെ പകരമായിട്ട് വന്നിട്ടുള്ള പുതിയൊരു ടാക്സാണ് GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, നിങ്ങൾക്കറിയാവുന്നതാണ്. പിന്നെ കസ്റ്റം ഡ്യൂട്ടി, അത് വെച്ചാൽ ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ വരുന്ന ടാക്സാണ് കസ്റ്റം ഡ്യൂട്ടി, അതും ഇതിപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിലുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഈ ഇന്ത്യയിലെ ടാക്സ് സ്ട്രക്ചർ. ഇനി ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവീഡ് ഓൺ ഇൻകം ആൻഡ് ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ്. അപ്പോൾ മെയിനായിട്ടും ഡയറക്റ്റ് ടാക്സ് കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ചുമത്തുന്നത് ഇൻകത്തിന്മേലാണ്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് ലെവീഡ് ഓൺ പ്രൊഡക്റ്റ് ഓർ സർവീസ്. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സ് അത് ഏതെങ്കിലും പ്രൊഡക്റ്റിന്മേലോ അല്ലെങ്കിൽ സർവീസിന്മേലാണ് ചുമത്തുന്നത്. ഓക്കെ, ദെൻ ഡയറക്റ്റ് ടാക്സ് പേഴ്സൺ പേ ടാക്സ് ഫ്രം ഓൺ പോക്കറ്റ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കൊടുക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടാണ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ കളക്ട് ടാക്സ് ഫ്രം കസ്റ്റമർ ആൻഡ് പേ ടു ദി ഗവൺമെൻറ്. നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സാധനത്തിൻ്റെ വിലയും പ്ലസ് ടാക്സും കൂടിയിട്ട് കടക്കാരൻക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ആ കടക്കാരന് നമ്മളെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്തിട്ട് അത് ആ കടക്കാരനാണ് എന്ത് ചെയ്യുന്നത്, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നില്ല, പകരം നമ്മളത് ആ കടക്കാരനക്ക് കൊടുത്തു, കച്ചവടക്കാരനക്ക് കൊടുത്തു, എന്നിട്ട് ആ കച്ചവടം ചെയ്യുന്ന ആളാണ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിന് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇനി ഡയറക്റ്റ് ടാക്സ് പെയ്ഡ് ഡയറക്റ്റ്ലി ബൈ എ പേഴ്സൺ കൺസേൺഡ്. അപ്പോൾ ആരാണോ ഡയറക്റ്റ് ടാക്സ് ഇൻകം ടാക്സ് കൊടുക്കാൻ പ്രാപ്തനായുള്ള വ്യക്തി, ആ വ്യക്തിയാണ് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് പേ ചെയ്യുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയ്ഡ് ബൈ വൺ പേഴ്സൺ ആൻഡ് റിക്കവർ ഫ്രം അനദർ പേഴ്സൺ. എന്നുവെച്ചാൽ ഇൻഡയറക്റ്റ് ടാക്സ് പേ ചെയ്യുന്നത് ഒരു വ്യക്തിയാണ്, പക്ഷേ റിക്കവർ ചെയ്യുന്നത് മറ്റൊരു വ്യക്തിയിലാണ്. ഇപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് പേ ചെയ്യുമ്പോൾ കസ്റ്റമറാണ് ടാക്സ് പേ ചെയ്യുന്നത്, അപ്പോൾ പെയ്ഡ് ബൈ വൺ പേഴ്സൺ. എന്നാൽ ഈ കസ്റ്റമർ ആർക്കാണ് പേ ചെയ്യാം, കച്ചവടം ചെയ്യുന്ന ആൾക്ക് അല്ലേ. എന്നിട്ട് ഈ കച്ചവടം ചെയ്യുന്ന ആളിൽ നിന്നാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, ആ ടാക്സ് റിക്കവർ ചെയ്യുന്നത്. ആൻഡ് റിക്കവർ ഫ്രം അനദർ പേഴ്സൺ. ഓക്കെ, ഇനി ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ് ഇൻകം ടാക്സ്, അതേപോലെ ഇൻഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ് GST. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി ഇൻകം ടാക്സിലേക്ക് കിടക്കാം. ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ ടാക്സ് ലെവീഡ് ഡയറക്ട്ലി ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഈ ടാക്സ് ലെവി ചെയ്യുന്നത്, ചുമത്തുന്നത് അത് ആരാണ്, സെൻട്രൽ ഗവൺമെൻറ് ആണ്. അപ്പോൾ ഇൻകം ടാക്സ് ലെവീഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഓൺ ഇൻകം ഏൺഡ് ബൈ ദി ഇൻഡിവിജ്വൽ. എന്തിനാണ്, ആ വ്യക്തി ഏൺ ചെയ്ത ഇൻകത്തിന്മേൽ. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഏൺ ചെയ്ത ഇൻകത്തിന്മേൽ ചുമത്തുന്ന, സെൻട്രൽ ഗവൺമെൻറ് ചുമത്തുന്ന ഒരു ടാക്സ് ആണ് ഇൻകം ടാക്സ്. ആൻഡ് അതർ നോൺ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളാണ്. നോൺ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളല്ലാത്ത HUF, ഫേം, കമ്പനി, അതേപോലെ AOP, OBOI എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. അതൊക്കെയാണ് അതർ നോൺ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തികളല്ലാത്ത മറ്റു സ്ഥാപനങ്ങളിൽ നിന്നോ, കമ്പനി, ഫേം, അതേപോലെ HUF അങ്ങനെയുള്ള നോൺ ഇൻഡിവിജ്വൽസിൽ നിന്ന് ഇൻകം ഏൺ ചെയ്തത് എത്രയാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക്
അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് ചുമത്തുന്ന ടാക്സാണ് ഇൻകം ടാക്സ്. ക്ലിയർ അല്ലേ? ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇൻകം ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ഇൻഡിവിജ്വൽസ് ഓർ അതർ എൻറ്റിറ്റീസ്. അപ്പോൾ ടാക്സ് ചുമത്തുന്നത് ഇമ്പോസ് ചെയ്യുന്നത് ഓരോ വ്യക്തിയുടെ മേലാണ്, അല്ലെങ്കിൽ അതർ എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു HUF ഫേം, പാർട്ണർഷിപ്പ് ഫേം, കമ്പനി, ഇതൊക്കെയാണ് അതർ എൻറ്റിറ്റീസ് വരുന്നത്. ഇനി ടാക്സ് വേരീസ് വിത്ത് റെസ്പെക്റ്റീവ് ഓഫ് ഇൻകം ഓർ പ്രോഫിറ്റ്. അപ്പോൾ നമ്മളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് ടാക്സ് കൂടുക. അപ്പോൾ ഇന്ത്യയിൽ പ്രോഗ്രസീവ് ടാക്സ് ആണ്, എന്ന് വെച്ചാൽ ഇൻകം കൂടുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ടാക്സ് കൂടുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ടാക്സ് കൂടും. ഇനി ഇന്ത്യയിൽ ഈ ഡയറക്റ്റ് ടാക്സ് അഥവാ ഇൻകം ടാക്സ് കളക്ട് ചെയ്യാനുള്ള അതിൻ്റെ അപ്പെക്സ് ബോഡിയാണ് CBDT അഥവാ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്. പലപ്പോഴും വൺ വേർഡ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് കാണാറുണ്ട്. ഇൻകം ടാക്സിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് ഒരുപാട് നഷ്ടം വന്നു. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1860 സർ ജെയിംസ് വിൽസണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇൻകം ടാക്സ്. അപ്പോൾ ആദ്യമായിട്ട് 1860 സർ ജെയിംസ് വിൽസനാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നാൽ 1886 നെക്സ്റ്റ് ഇൻകം ടാക്സ് ആക്ട് എന്ത് ചെയ്തു, പാസ് ചെയ്തു. പുതിയൊരു ഇൻകം ടാക്സ് ആക്ട് പാസ് ചെയ്തു. അത് പിന്നെ 1917 വരെ ആ ഒരു ഇൻകം ടാക്സ് ആക്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഇനി 1918 വീണ്ടും ഒരു പുതിയൊരു ന്യൂ ആക്ട് പാസ് ചെയ്തു. 1918 ആക്ട് 1922 എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു. പിന്നെ അതിന് ശേഷം 22 മുതൽ 1961 വരെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. പിന്നെ ഒരുപാട് നമ്മൾ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയി, ഇന്ത്യയുടെ സാഹചര്യങ്ങളൊക്കെ മാറി. അപ്പോൾ ഫോർ ദി റിക്വയർമെൻറ്റ് ഓഫ് ഇന്ത്യൻ കണ്ടീഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വാണ്ടഡ് ന്യൂ ഇൻകം ടാക്സ് ആക്ട്. അപ്പോൾ പുതിയൊരു ഇൻകം ടാക്സ് ആക്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു നിർദ്ദേശവും ഒരു ആവശ്യകതയൊക്കെ വന്നു. അങ്ങനെ 1956 ഒരു ലോ കമ്മീഷന് അപ്പോയിൻ്റ് ചെയ്തു. അപ്പോൾ ഈ ലോ കമ്മീഷന് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ലോ കമ്മീഷന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1958 ആ 1958 അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോയിൻറ്റഡ് ഡയറക്റ്റ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എൻക്വയറി കമ്മിറ്റി, ഒരു ഡയറക്റ്റ് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എൻക്വയറി കമ്മിറ്റി എന്ത് ചെയ്തു, അപ്പോയിൻ്റ് ചെയ്തു. അപ്പോൾ ഈ കമ്മിറ്റി 1958 ഒരു റിപ്പോർട്ട് എന്ത് ചെയ്തു, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ദെൻ ബേസ്ഡ് ഓൺ ദി റെക്കമെൻഡേഷൻ ഓഫ് ബോത്ത് കമ്മിറ്റി, അപ്പോൾ ലോ കമ്മീഷനും അതേപോലെ അഡ്മിനിസ്ട്രേഷൻ എൻക്വയറി കമ്മിറ്റീൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ്ഡ് ദ ഇൻകം ടാക്സ് ആക്ട് ഇൻ സെപ്റ്റംബർ 1961. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1961 സെപ്റ്റംബറിൽ പുതിയൊരു ഇൻകം ടാക്സ് ആക്ട് പാസ് ചെയ്തു. അത് ആ ആക്ട് നിലവിൽ വരുന്നത് വിത്ത് എഫക്റ്റ് ഫ്രം 1 ഏപ്രിൽ 1962 ആണ്. അപ്പോൾ ആ ഇൻകം ടാക്സ് ആക്ട് ഏതാ വർഷം ചോദിച്ചാൽ 1961. അത് കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറയുമ്പോൾ 1 ഏപ്രിൽ 1962. ഓക്കെ, അപ്പോൾ ഈ ഇൻകം ടാക്സ് എന്നുള്ളത് ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും UTയിലും അത് ബാധകമാണ്, അപ്ലിക്കബിളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഇൻകം ടാക്സിൻ്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഇൻകം ടാക്സ് ആക്ട് 1961 298 സെക്ഷനുകളുണ്ട്. അപ്പോൾ ഒരു ആക്ട് ആണല്ലോ, അപ്പോൾ അതിൽ സെക്ഷൻസ് ഉണ്ടാകും, ചാപ്റ്റേഴ്സ് ഉണ്ടാകും, ഷെഡ്യൂൾസ് ഉണ്ടാകും, പാർട്ട് ഉണ്ടാകും. അപ്പോൾ 298 സെക്ഷനും അതേപോലെ 23 ചാപ്റ്റേഴ്സും 14 ഷെഡ്യൂൾസും അടങ്ങിയിട്ടുള്ളതാണ് ഇൻകം ടാക്സ് ആക്ട് 1961. അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും ചില മാറ്റങ്ങൾ വരും. അപ്പോൾ ഫിനാൻസ് ആക്ട് അഥവാ ബഡ്ജറ്റ് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചില അമെൻമെൻറ്റൊക്കെ വരും. ആ അമെൻമെൻറ്റൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 1961 298 സെക്ഷൻസും 23 ചാപ്റ്റേഴ്സും 14 ഷെഡ്യൂൾസും അടങ്ങിയിട്ടുള്ളതാണ്. ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് ഇൻകം ടാക്സ് ലോ ആണ്. ഇൻകം ടാക്സ് ലോ ആകുമ്പോൾ അതിൽ ഇൻകം ടാക്സ് ആക്ട് 1961 വരും. അപ്പോൾ ഒരു ആക്ട് മാത്രമല്ല, ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടും. അതിൽ പെട്ടതാണ് ഇൻകം ടാക്സ് ലോ, ഇൻകം ടാക്സ് ആക്ട് 1961, അതേപോലെ ഇൻകം ടാക്സ് റൂൾസ് 1962, ദ ഫിനാൻസ് ആക്ട് ഓരോ വർഷം അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ്,
സർക്കുലർ, അതിന് ശേഷം വരുന്ന സർക്കുലർ, നോട്ടിഫിക്കേഷന്, കോർട്ട് ഡിസിഷന്, ഇതൊക്കെ ഈ ഒരു ഇൻകം ടാക്സ് ലോ ആൻഡ് ലോ ആൻഡ് അക്കൗണ്ട്സ് ഒക്കെ അതിൽ വരുന്നതാകും. ഇനി ഇൻകം ടാക്സിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് ഫീച്ചർ, ഇൻകം ടാക്സ് ഇസ് എ ഡയറക്റ്റ് ടാക്സ് ആണ്. നമ്മൾ പറഞ്ഞു ഇൻകം ടാക്സ് എന്നുള്ളത് എന്താണ്, ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. ടാക്സ് പെയർ, ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട തുകയാണ്. അതുകൊണ്ടാണ് ഇൻകം ടാക്സ് എന്നുള്ളത് ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇറ്റ് ഈസ് എൻ ആനുവൽ ടാക്സ്. നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസം എല്ലാം അടയ്ക്കുക. അപ്പോൾ ഒരു വർഷത്തേക്കാണ് ഇൻകം ടാക്സ് അടയ്ക്കുക. അപ്പോൾ പ്രീവിയസ് ഇയറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ഏൺ ചെയ്ത വർഷം. അപ്പോൾ നമ്മളുടെ ഈ ഒരു അസസ്മെൻറ്റ് ഇയറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 2023-24 അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2022-23 കംപ്ലീറ്റഡ് ഇയർ അതാണ് അല്ലേ. 2023 1 ഏപ്രിൽ 2022 മുതൽ 31 മാർച്ച് 2023 വരെയാണ്. അപ്പോൾ ഈ ഒരു കാലയളവിൽ എത്രയാണോ നമ്മൾ ഏൺ ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ടാക്സ് എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അത് പേ ചെയ്യുന്നു. അപ്പോൾ ഇൻകം ടാക്സ് എന്നുള്ളതൊരു ആനുവൽ ടാക്സ് ആണ്. പിന്നെ ഇത് കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അപ്പോൾ ഇൻകം ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. പിന്നെ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് അണ്ടർ 5 ഹെഡ്. അപ്പോൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 5 ഹെഡിലാണ്. അപ്പോൾ അതൊന്ന് സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, ദെൻ ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സസ്, ഇതൊക്കെയാണ് ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ വരുന്നത്. പിന്നെ ടാക്സ് റേറ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ വരുമാനത്തിന് നമ്മൾ ടാക്സ് കൊടുക്കണം. അതിൻ്റെ ടാക്സ് റേറ്റ്, ടാക്സ് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു ഇത്ര പെർസെൻറ്റേജ് വെച്ചിട്ടാകും. അപ്പോൾ ആ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ആനുവൽ ഫിനാൻസ് ആക്ട് പ്രകാരമാണ്. അപ്പോൾ ഓരോ വർഷവും അവതരിപ്പിക്കുന്ന ഫിനാൻസ് ആക്ട് അല്ലെങ്കിൽ ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചിട്ടുള്ള റേറ്റാണ് നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇനി എനി ഇൻകം വെദർ ലീഗൽ ഓർ ഇല്ലീഗൽ ഈസ് ടാക്സബിൾ. അപ്പോൾ ലീഗലായിട്ടുള്ള ഇൻകം ആണെങ്കിലും ഇല്ലീഗൽ ഇൻകം ആണെന്നുണ്ടെങ്കിലൊക്കെ ടാക്സബിൾ ആണ്. അപ്പോൾ ഇല്ലീഗൽ ഇൻകം ഏൺ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. അഥവാ ഒരു വ്യക്തി ഇല്ലീഗലായിട്ട് ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ആ ഇല്ലീഗലായിട്ടുള്ള ഇൻകത്തിന് എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ലെങ്തിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നില്ല. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, ഈ വർഷം ഇൻകം ടാക്സ് എഴുതാൻ പോകുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് വീഡിയോ.